ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ധർമ്മശാലയിലെ മക്ലോഡ്ഗഞ്ചിലത്തെ വിശേഷങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ദലൈലാമ ടെമ്പിളും അതേപോലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ടിബറ്റൻ മാർക്കറ്റും ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങളിത് തിരിച്ച് മക്ലോഡ്ഗഞ്ചിലത്തെ ടാക്സി പാർക്കിംഗ് ഏരിയയിൽ വന്ന് ഞങ്ങളുടെ ടാക്സിയിൽ കയറി ഇനി നദി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോയ ടിബറ്റൻ മാർക്കറ്റിൽ നിന്ന് 4.9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് നദി വ്യൂ പോയിൻറ്റിലെത്താം. നമ്മൾ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, അതൊരു ലേക്കാണ്. ദാൽ ലേക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. കാശ്മീരിലത്തെ ദാൽ ലേക്കല്ല, ഇവിടെ ധർമ്മശാലയിലത്തെ ദാൽ ലേക്കാണ്. പക്ഷേ അവിടെ ലേക്കിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ സ്നോഫാളൊന്നും ഇല്ലാത്തതുകൊണ്ടും മഴ കുറവായതുകൊണ്ടൊക്കെ ലേക്ക് ഉണങ്ങിയിരിക്കണമെന്നാണ് അവർ പറഞ്ഞത്, ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ. അത് കാരണം പിന്നെ ഞങ്ങൾ അവിടെ നിർത്തിയൊന്നുമില്ല. അവിടെ കുറച്ച് കുഞ്ഞു കടകളൊക്കെ ഉണ്ട്, കുറച്ച് ടൂറിസ്റ്റൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നദി വ്യൂ പോയിൻറ്റിലെത്തിയിട്ട് അവിടെ ഒരു സൺസെറ്റ് പോയിൻറ്റും സൺറൈസ് പോയിൻറ്റും ഉണ്ട്. ഇപ്പോൾ വൈകിട്ട് 5 മണിയൊക്കെ കഴിഞ്ഞു സമയം. അപ്പോൾ അതുകൊണ്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സൈഡിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ വഴി മുഴുവൻ ഇതേപോലെ കടകളാണ്. കൂടുതലും വിൻ്റർ ഡ്രസ്സും വിൻ്റർ ആക്സസറീസൊക്കെയാണ് വിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു അമ്പലമുണ്ട്, മാതാദേവിയുടെ അമ്പലമാണ്. അപ്പോൾ നല്ല ഭംഗിയിലുള്ള പെയിൻറ്റിങ്സും ആർക്കിടെക്ചറൊക്കെയാണ്. പക്ഷേ അമ്പലം തുറന്നിട്ടുള്ളത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. നമ്മൾ ഈ മെഡിക്കേഷൻ ക്യാമ്പിലേക്ക് പോകുന്ന വഴി കൂടെ കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോഴാണ് ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത്. നദി വ്യൂ പോയിൻ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഹിമാലയത്തിലെ ദാലോദർ മൗണ്ടൻ റേഞ്ചിൻ്റെ പനോരമിക് വ്യൂ നല്ല ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റും. അതായത് നമ്മൾ കൂടുതൽ ട്രക്കിംഗ് ഒന്നും ചെയ്യാണ്ട്, വലിയ ബുദ്ധിമുട്ടാണ്ട്, അധികം നടന്ന് കഷ്ടപ്പെടാണ്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഹിമാലയത്തിൻ്റെ ഭംഗി മുഴുവനായിട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പരിസരത്തുള്ള മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൻ്റെ വിവരങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ തിരുന്ത് ട്രക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അതൊരു ഫേമസ് ട്രക്കിംഗ് പോയിൻ്റാണ്. അപ്പോൾ അത് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നോക്കൂ, നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഈ മൗണ്ടൻ റേഞ്ചൊക്കെ കാണാനും ആസ്വദിക്കാനും പറ്റുന്നില്ലേ. ഇപ്പോൾ ഈ സ്ഥലം സൺസെറ്റിന് വേണ്ടിയിട്ടാണ് ഫേമസ് ആയിരിക്കുന്നത്. ആളുകൾ കൂടുതലും സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ നദി വ്യൂ പോയിൻറ്റിൽ വരുന്നത്. ഇവിടെ ഒരു ബൈനോക്കുലർ ഉണ്ട്. അപ്പോൾ ആ ബൈനോക്കുലർ കൂടി നോക്കിയാൽ നമുക്ക് ഈ ട്രക്കിംഗ് പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, തിരുവന്ത ട്രക്ക് എന്ന്. അപ്പോൾ ആ ട്രക്കിംഗ് പോയിൻറ്റിലത്തെ കാഴ്ചകളും അതേപോലെ ഒരു മാതാദേവി ടെമ്പിൾ ഉണ്ട്, അതുമൊക്കെ കാണാൻ പറ്റും. നോക്ക്, 20 രൂപ 20 per person അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്ക് ഹനി, എന്താ കാണുന്നു പറയണേ. अब्बू तो 50 दिए भाई, अब्बू तो 50 दिए। കണ്ടോ? എന്താ കണ്ടേ? ടെമ്പിളാ? എന്നാ വാ വാ പോവാ. എന്താ കണ്ടത്? ഒന്നും കൂടി നോക്ക്. ട്രക്കിംഗ് പോയിന്റ് ആൾക്കാർ പോകുന്നതൊക്കെ കാണാം. പൈസ എന്ത് വെള്ളത്? അവിടെ നീ എനക്കല്ല അങ്കിള് കാണിച്ചു തരും. ആ റിവർ അല്ലേ? കുഞ്ഞ തോടണ്ട. അത് നോക്ക്. താങ്ക് യു ഭയ്യ. ഞങ്ങളത് ഹനി ബൈനോക്കുലർ
കൂടെ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഡ്രൈവർ വിളിച്ചു പറഞ്ഞു, എന്നിട്ട് സാറേ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പോയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കഫേ ഉണ്ട്, അപ്പോൾ അവിടെ പോകാമെന്നുണ്ടെങ്കിൽ സൺസെറ്റ് കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോവാണ്. അപ്പോൾ ഈ വഴിയിലൊക്കെ വെള്ളം കണ്ടില്ലേ, അത് ഈ മുകളിലത്തെ മലയിൽ നിന്ന് ഓറവയിലുള്ള വെള്ളം ഇവർ പൈപ്പിൽ കൂടെ താഴത്തേക്ക് എടുക്കും. അങ്ങനെയാണ് ഇവർ കൂടുതലും ഇവരുടെ വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ നിറവേറ്റുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാ ഹിൽ സ്റ്റേഷൻസിലും അങ്ങനെയാണല്ലോ. അപ്പോൾ ആ പൈപ്പ് ലീക്കായതിൻ്റെ വെള്ളമാണ് വരുന്നത്. അതെല്ലാം ഞങ്ങൾ സൺസെറ്റ് വ്യൂ കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു കഫേ ഉണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. ഇതേപോലത്തെ ഇവാൻസ് കഫേ എന്നാണ് അതിൻ്റെ പേര്. ഇതേപോലത്തെ കഫേ ഓൾമോസ്റ്റ് എല്ലാ ഹിൽ സ്റ്റേഷൻസിലും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ മസൂറി പോയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവിടെയും ഇതേപോലെ ഒരു സൺസെറ്റ് വ്യൂ കഫേ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആ കഫേയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് നമുക്ക് സൺസെറ്റ് ആസ്വദിക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. സിപ്പ് ലൈൻ കണ്ടില്ലേ, അപ്പോൾ സിപ്പ് ലൈനൊക്കെ അവൈലബിൾ ആണ് ഈ സൈഡിൽ. നമുക്ക് വേണമെങ്കിൽ അതുമൊക്കെ എൻജോയ് ചെയ്യാം. ഞങ്ങൾ എന്തായാലും ആ കഫേയിൽ പോയപ്പോൾ അവിടെ ആണെങ്കിൽ നല്ല തിരക്ക്. നമ്മളവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചാലും ഇത് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതാണ് ഞങ്ങൾ അതിൻ്റെ കുറച്ചും കൂടി താഴത്തേക്കൊരു വ്യൂ പോയിൻ്റ് പറഞ്ഞ സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് സൺസെറ്റ് കാണാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാറായി കണ്ടോ. അപ്പോൾ മലയുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇത്തിരി കഴിയുമ്പോൾ അസ്തമിക്കുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം എവിടെ നിന്നാണ് ഭംഗിയിൽ സൺസെറ്റ് കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളത് ഒരു താഴത്തേക്ക് ഒരു സ്ഥലത്തേക്ക് നടന്നു പോവാണ്. നിനക്ക് പോണ എമ്പടാ നീ യാക്കിനെ പുറത്ത് കയറാൻ പോയ പോലെയോ ബോസാണ്. ശരിയാണോ മൈലാഞ്ചി ഇതെന്തൊരു ഗ്രാമമാണ്. ഇവിടെ വേറൊരു കുഞ്ഞു ചായക്കട. സൂര്യന്റെ The apple tree. Where are you going? എങ്ങോട്ടാ പോണ്ടത് പറയും. ഞങ്ങൾ സൺസെറ്റ് ഒക്കെ കണ്ട് തിരിച്ചു പോവാണ്. അപ്പോൾ എനിക്കൊരു ലേസർ ലൈറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള കടകളിലൊക്കെ അന്വേഷിക്കുകയാണ്. ഇത് മക്കളൂർ ഗഞ്ചിൽ തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നതായിരുന്നേ. വാങ്ങിച്ച പോലത്തെ പണ്ട് നമ്മളെ വാങ്ങിച്ച പോലത്തെ പണി, പക്ഷെ അത് തുരുമ്പിച്ചു പോയായിരുന്നു. വ്യൂ സൺറൈസ് കഫേ അല്ലേ, സൺറൈസ് കാണാൻ കഫേ. నేను సాధనం మేడిച്ചിട്ടുണ്ട്. എന്താ ചില ആൾക്കാർക്ക് ഇത് എന്താന്ന് പോലും അറിയത്തില്ല. അതെന്നെ തന്നെ ഉദ്ദേശിച്ച് എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അങ്ങോട്ട് മേടിക്കെടുക്കും. ആ കണ്ടു. ഇനി ബൈക്ക് നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് ദുഷ്പലം യൂസ് ചെയ്യാം. ഒന്നും വെള്ളമേ ഇല്ല ഇവിടെ. ബോട്ടിംഗ് ഒക്കെ ഉള്ളതാണ് ആക്ച്വലി. അല്ല ഇപ്പല്ല, വെള്ളം വെള്ളമിപ്പം. നല്ലതായിരുന്നു അല്ലേ, നല്ല ബ്രോക്കലി ഒക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഹൈദരാബാദ് ബിരിയാണി പോയിന്റ് ഒക്കെ ഉണ്ട്. സിംഹവാലം കുരങ്ങ് നിറയെ നേരത്തെയൊക്കെ നോർമലിനല്ല കണ്ടത്, ഇത് സിംഹവാലൻ ലങ്കൂർ അതിൻ്റെ പേര്. ഞങ്ങൾ നദി വ്യൂ പോയിൻ്റൊക്കെ കണ്ട് തിരിച്ച് ധർമ്മശാലയിലത്തെ ഹോട്ടലിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് രാത്രിയും കൂടി ആ സെയിം ഹോട്ടലിലാണ് സ്റ്റേ. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ ഡൽഹൌസി പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയമാകുമ്പോൾ കണ്ടല്ലോ മൗണ്ടെയിൻ്റെ ഒക്കെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇടയ്ക്ക് യെല്ലോ, ഓറഞ്ച്, റെഡ്, പിന്നെ നോർമൽ ബ്ലാക്ക് കളറിലൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക്
ഈ ധോലുധാർ മൗണ്ടൻ റേഞ്ചിനെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, തീരെ മഞ്ഞില്ല, മലേൻ്റെ മുകളിൽ ഒട്ടും മഞ്ഞില്ല. ഞാൻ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് ഒക്കെ കാണാൻ വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷെ മലേൻ്റെ മുകളിലൊന്നും തീരെ മഞ്ഞില്ല. തക്കുടുമുണ്ടൻ, ലങ്കൂറല്ല, ലങ്കൂർ കുറച്ചേ ഉള്ളൂ ഹനി. ലങ്കൂർ വംശനാശ ഭീഷണി നേരിടുന്നതാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രമേ ലോകത്ത് ബാക്കിയുള്ളൂ. അതും കൂടി മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അതങ്ങനെ ആയിപ്പോയി. എല്ലാവരും അതിനെ ഉപദ്രവിച്ചു. വി ഹാവ് എ ടീ ബ്രേക്ക്. ഒരു കുഞ്ഞു കട. താഴോട്ട് നോക്ക്, എന്താ അവിടെ പൈൻ ട്രീസ് കണ്ട. അങ്ങളെ വരും. ഓ ഹനി, അത് നോക്ക്, വാവ്, റെഡ് കളറിലെ മൗണ്ടെയിൻ കണ്ട. അത് നോക്കിയടാ, റെഡ് കളർ മൗണ്ടെയിൻ. അതാ, സി, ബ്യൂട്ടിഫുൾ ഹനി. പോയി ബ്ലാക്ക് ആയണ്ട. ഇതിങ്ങനെ സെക്കൻഡ്സ് വെച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുകളിലത്തെ സ്കൈ നോക്ക് ഹനി, കളറ് റെഡ് ആൻഡ് ബ്ലാക്ക് വൈറ്റ് ഒക്കെ ആയിട്ട്. അവിടെ ഇത്തിരി മഞ്ഞുണ്ട് തോന്നുന്നു. മഞ്ഞ തന്നെ തോന്നുന്നല്ലേ, നമ്മ കാശ്മീർ പോയപ്പോൾ കണ്ട മാതിരി. എന്തായാലും ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലം കൊള്ളാം. ചായ വന്നു. അത്ര കുഞ്ഞു ചായ അല്ല, വലിയ ചായ. മണിക്ക് പോയി 6 മണിയായപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചെത്തി ഹോട്ടലിൽ. പൈസ എടുത്തോ? അയ്യാ. അങ്ങനെ ഞങ്ങൾ രാവിലെ 9 മണിക്ക് പോയി വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേക്കും ധർമ്മശാലയും മക്ലോഡ്ഗഞ്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. വളരെ നാളത്തെ ഒരാഗ്രഹമായിരുന്നു ധർമ്മശാലയിലത്തെ ദലൈലാമ ടെമ്പിൾ കാണണം എന്നുള്ളത്. എന്തായാലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം ആസ്വദിക്കാൻ പറ്റിയതാണ്. ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷപ്പായി ഡിന്നർ കഴിക്കാൻ വന്നിട്ടുണ്ട്. ഒരു ചിക്കൻ മാഞ്ചോ സൂപ്പ് വാങ്ങിച്ചു. പിന്നെ കടായി ചിക്കനും റൈസും ദാലും ബട്ടർ റൊട്ടിയും. ഞങ്ങളുടെ ഡിന്നർ കഴിഞ്ഞു. ഇനി നമുക്ക് ഡൽഹൌസിയിലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.